എന്തോരോ ആൾക്കാരെ തടവിൽ പാർപ്പിച്ച ഒരു ജയിലാണെന്ന് ഓർക്കണേ. ആളുകളെ തൂക്കിക്കൊന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജയിലിൽ കയറിയതോ 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോണമെന്ന് ആളുടെ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്നത്. 4 പേർക്ക് ഈ ഒരു ടാങ്കിനകത്ത് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ മുട്ട പബ്സിനകത്ത് നമുക്ക് പണി കിട്ടി. നല്ല അടിപൊളി പച്ചയും നീലയും കളറിലെ മിക്സ് ആയിട്ടുള്ള കളർ. മരം വീണുണ്ടോ? അതെ, ഇളകി പോകുമെന്നറിയത്തില്ല. അടിപൊളി, വേണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ അതേ സെല്ലുലാർ ജയിലിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എൻട്രൻസ് ടിക്കറ്റ് ഒക്കെ എടുക്കണം. അതൊക്കെ എവിടെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഈ സെല്ലുലാർ ജയിലിൽ കയറാനായിട്ട് എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. 30 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കഴിഞ്ഞ് നടന്നു പോവാണേ. ഇതുണ്ടോ, ഒരു ചെറിയൊരു ഫുട്പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതേ ടിക്കറ്റ് കണ്ടോ ഇതിൻ്റെ അകത്തോട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. നമുക്ക് ഇതിനകത്ത് വേണേൽ ഓൺലൈനായിട്ടും ടിക്കറ്റൊക്കെ എടുക്കാം. അപ്പോൾ ടിക്കറ്റ് ചാർജ് 30 രൂപയാണ് വന്നിരിക്കുന്നത്. ഫോറിനേഴ്സിന് 100 രൂപ, പിന്നെ വീഡിയോ ക്യാമറ 200. അപ്പോൾ ഇതിന് ടൈം വന്നിരിക്കുന്നത് രാവിലെ 8:45 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും, ഉച്ച കഴിഞ്ഞ് 1:30 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ഇതിനകത്ത് പ്രവേശിക്കാനായിട്ടുള്ള ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ ബോക്സ് ഇരിക്കുന്ന നോക്കിയേ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ ഇതുപോലുള്ള ലെറ്റർ ബോക്സുകളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ അതേ നമ്മൾ കയറുന്ന വഴിയുടെ 2 വശങ്ങളിലായിട്ട് മ്യൂസിയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പിന്നെ വരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അതേ നമ്മൾ ഇതിനകത്തോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ ജ്യോതിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് സ്വാതന്ത്ര്യ ജ്യോതി. അപ്പോൾ ഈ കാണുന്ന ഒരു സ്വാതന്ത്ര്യ ജ്യോതി മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ 2 സ്വാതന്ത്ര്യ ജ്യോതിയുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്വാതന്ത്ര്യ ജ്യോതിയുടെ ഇപ്പുറത്ത് മാറിയിട്ട് നമുക്കിവിടെ ഒരു മാപ്പ് കാണാം. അപ്പോൾ ഈ ഒരു സെല്ലുലാർ ജയിലിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. നമ്മളിത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടതേ, അവിടെയാണ് വടക്ക്, ആ ഭാഗത്താണ് വടക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടത്, ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കെന്തായാലും ഇതുവഴി പോയി കാഴ്ചകൾ കണ്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കാം. ഈ ഒരു മരം കണ്ടോ, ഇവിടുത്തെ ജയിലിൻ്റെ കഥ നമ്മളോട് പറയുന്നത് ഈ ഒരു മരമാണ്. കാരണം ഈ ഒരു ജയിൽ പണിയുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു മരമാണിത്. ഇവിടുത്തെ ജയിലിൽ കഴിഞ്ഞ ഓരോരുത്തരുടെയും വിഷമങ്ങളും ദുഃഖങ്ങളും യാതനകളും എല്ലാം നമ്മളോട് പറയുന്നത് ഈ ഒരു മരമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ടുള്ള കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, കുറേ കസേര കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഗാലോസിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പ്ലീസ് മെയിൻ്റനൻസ് സൈലൻസ് ആസ് മാർക്ക് ഓഫ് റെസ്പെക്റ്റ് ടു ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പോൾ അതേ നമ്മൾ ഗാലോസിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗാലോസ്. അതായത് ആളുകളെ തൂക്കിക്കൊന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത് ഈ കാണുന്നത്. ഇവിടെ നിർത്തി കഴുത്തിൽ കയറിട്ടിട്ട് ആ ലിവർ വലിക്കും. നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നേരിട്ട് ആദ്യമായിട്ട് കാണും കേട്ടോ. ഇത് കണ്ടത് 3 പേരെ ഒരേ സമയം തൂക്കിലേറ്റാം. സെല്ലുലാർ ജയിലിലെ ഗാലോസാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ദേ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയാൽ എന്താണ് കാണുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു വഴി കഴിഞ്ഞ് കറങ്ങി വേണം നമുക്ക് എക്സിറ്റ് അടിക്കാനേ. ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് താഴോട്ടിറങ്ങിയാൽ ഗാലോസിൻ്റെ താഴത്തെ ഭാഗം തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ അതേ ഗാലോസിൽ നമ്മൾ തൂക്കിലേറ്റിയ ആൾക്കാരുടെ ജഡം വന്ന് വീഴുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലമാണ് നമ്മൾ ആ ലിവർ വലിക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ ഗാലോസിൻ്റെ അടിയിലെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, അതെ 3 എണ്ണം ഉണ്ട്. 1, 2, 3 ഷട്ടർ ഓപ്പണായി ബോഡി നേരെ താഴേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാലോസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാം. ഇതിനെ വലം വെച്ച് അപ്പുറത്ത് കഴിഞ്ഞ് നമുക്ക് വെളിയിലേക്ക് പോവാം. അപ്പം ഞാൻ ആ ഗാലോസിൻ്റെ അടുത്തുനിന്ന് ആ ജയിലിലോട്ട് കയറിയില്ല കേട്ടോ. നേരെ ഇവിടെ വന്ന് അവിടെ ഏതോ ഒരു സിംഗിൾ ടവറോ അങ്ങനെ എന്തോ ഒരു ടവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ജയിലിൻ്റെ ഭാഗമാണ്. ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റ് ജയിലാണ്. ഈ കാണുന്നതും ജയിലാണ്. ഇവിടെ വൈകിട്ട് 5 മണി തൊട്ട് ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. 5 തൊട്ട് 6 മണി വരെ അങ്ങനെ കണ്ട, 5 തൊട്ട് 7 വരെയോ ഏതൊരു ടൈമാണ്. അപ്പോൾ ടൈം കറക്റ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസം മറ്റോ ഇംഗ്ലീഷിൽ ഇവിടെ ലൈറ്റ് ഷോയും വിത്ത് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, പ്ലീസ് വെക്കേറ്റ് ദ പ്രിമിസസ് ബൈ 5 PM. 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോണമെന്ന് ആളുടെ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് ഗാലറി ഓഫ് ആൻഡമാൻ ഇൻ ഓൾഡൻ ഡേയ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് കയറി നോക്കിയാലോ. വൈപ്പർ ജയിൽ അണ്ടർ കൺസ്ട്രക്ഷൻ 1864 to 67. അപ്പോൾ അതിൻ്റെ പണി നടന്ന സമയമാണ് കേട്ടോ വൈപ്പർ ജയിൽ.
പിന്നെ കംപ്ലീറ്റ് ഇവിടുത്തെ ചരിത്രവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ള ഫോട്ടോസാണ് ഇവിടെ വാൾ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ജയിലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വല്ല സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്ന കുട്ടികളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജയിലിൻ്റെ ഏതോ ഒരു ഭാഗത്താണ്. ഇതേതോ ഗൈഡാണ് കേട്ടോ, ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകണേ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഗൈഡ്സിനെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ 200 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡിനെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. റിപ്ലിക്ക ഓഫ് സെല്ലുലാർ ജയിൽ. അപ്പോൾ ഇവിടെ എന്താ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു സെല്ലുലാർ ജയിലിൻ്റെ ഡിജിറ്റൽ സ്കെച്ചാവട്ടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, അതെ നമ്മൾ നിൽക്കുന്നത് നേരത്തെ ആ ജയിലിൻ്റെ ബാക്ക് സൈഡും ഈ കാണുന്ന ജയിലും ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. 3 ഫ്ലോറുള്ള ജയിലൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ 2 ഭാഗവും ആ കാണുന്ന ഒരു സെൻറ്ററിലുള്ള ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടോ, ഈ ഒരു ടവർ, ആ ടവറും ഈ 2 ജയിലും മാത്രമേ ഇപ്പോഴുള്ളൂ. ബാക്കി ആ ഭാഗമൊക്കെ ഡിമോളിസേഷൻ ചെയ്തവർ. ആ ഭാഗത്തുള്ളത് ഇവിടുത്തെ മെഡിക്കലാട്ടോ, മെഡിക്കൽ കോളേജാണിത് ആ ഭാഗത്തുള്ളത്. ഇവിടെ ഈ കാണുന്നത് ബ്ലോക്ക് നമ്പർ 7 ആണ്, അവിടെ ബ്ലോക്ക് നമ്പർ 6. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ബ്ലോക്ക് നമ്പർ 7 ഒന്ന് കയറി നോക്കിയാലോ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ജയിൽ കാണാം. ജയിൽ തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ തുറക്കാം. ഞങ്ങൾ തുറക്കാൻ പറ്റത്തില്ല, അപ്പുറത്തത് ക്ലോസ്ഡ് ആയിരുന്നു. അത് നമുക്കൊന്നും ജയിലിൽ കയറി ഒന്ന് അടച്ച് നോക്കിയാലോ. അപ്പോൾ ജയിലിൽ കയറി ഞാൻ ജയിൽ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജയിലിൽ കയറി കേട്ടോ. അപ്പോൾ ജയിലാണിത്. അപ്പോൾ ഞാൻ കയറിയിട്ട് ജയിൽ അടച്ചു. ഇനി ആരെങ്കിലും വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോവും. നമുക്ക് വേണ്ട, വെളിയിലോട്ട് ഇറങ്ങാം. അടച്ചേക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട അല്ലെങ്കിൽ ഞാൻ കയറിയ ഫസ്റ്റ് ജയിൽ. അപ്പോൾ നമുക്കിവിടെ വേറൊരു ടൈപ്പ് ജയിൽ കാണാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് വലിയ ജയിലല്ലേ, ഇത് നോക്കിയേ ഒരു ചെറിയ ഡോറാണ് കേട്ടോ. ഇത് നോക്കി വരുന്നില്ല. അവിടെ കൊണ്ട് ക്ലോസഡാണ്, അവിടെ കൊണ്ട് നിൽക്കും കേട്ടോ. അത് അടഞ്ഞു വരത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് പണിത് ജയിലല്ലേ. അപ്പോൾ ഈ ജയിലിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നോക്കിയത് ഇത് കണ്ടതേ. അതെല്ലാം ഇളകി കിടക്കുക കേട്ടോ. ഇളകിയതല്ല, ഇവിടെ ഇതിങ്ങനെ അടച്ചിട്ട് ഈ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ കഴിഞ്ഞ് ഈ ഒരു ലോക്ക് നമ്മൾ കടത്തി വിടും. അങ്ങനെ വന്നിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇത് ലോക്ക് ചെയ്ത് വയ്ക്കും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ, അതുപോലുള്ള ടൈപ്പ് ഒരു ജയിലായത്. ഇത് കണ്ടത് ചെറിയൊരു ഡോറാന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ടത് വലിയ ജയിലായിരുന്നു. ഇവിടെ അങ്ങോട്ടുള്ള കംപ്ലീറ്റ് ജയിലുകളും ചെറിയ ഡോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നിന്നത് ഒരു വലിയ ഗേറ്റായിരുന്നു. അപ്പോൾ കൊള്ളാമല്ലേ സംഭവം. അപ്പോൾ ഈ ഒരു ലൈനിൽ കംപ്ലീറ്റ് ഇതുപോലുള്ള ജയിലാണ് കേട്ടോ. ആ ഒരു തുടക്കത്തിൽ മാത്രമേ ഉള്ളായിരുന്നു സ്പ്ലിറ്റഡ് ആയിട്ടുള്ള വലിയ ഗേറ്റുള്ള ഒരു ജയിൽ കണ്ടത്. ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലൊരു കിളി ഇരിപ്പുണ്ട്. നടക്കുന്ന വഴിയൊക്കെ ഇഷ്ടിക കൊണ്ട് കെട്ടിയതാണ് കേട്ടോ. ഇത് കണ്ടത്, ഇതും ഇഷ്ടിക കെട്ടാണ്. നമ്മൾ ഈ നടക്കുന്ന ഫ്ലോർ കണ്ടോ, അത് ഇഷ്ടിക കെട്ടാം. അപ്പോൾ ചെരുപ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ചവിട്ടാനായിട്ട്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് വരത്തുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകണം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മയും മാമനും ഫാമിലി എല്ലാവരുമായിട്ടായിരിക്കും ഞാൻ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ജയിലിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ആ കാണുന്നതാണ് ഗാലോസ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ. അപ്പോൾ അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് കയറാതെ ആ ഒരു വഴിയാണ് അങ്ങോട്ട് നടന്ന് ആ ഒരു ടവറിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട്. അപ്പോൾ ഈ ജയിലൊക്കെ കണ്ടതേ. ഈ ജയിൽ അടയും കേട്ടോ. അതെ, ഇത് കണ്ടതേ. ഇത് അടച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കുറ്റിയിടാം. ഭയങ്കര വെയിറ്റ് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല. അതെ, ലോക്ക് വീണ് സെറ്റ്. അപ്പോൾ ഇത് കണ്ടതേ, നമ്മളപ്പോൾ ഈ ഒരു ജയിൽ ലോക്ക് ചെയ്ത് പിന്നെ തുറക്കണമെങ്കിൽ പറ്റില്ല. അപ്പോൾ നമ്മളൊരാളെ ചുമ്മാതെ ഇതിനകത്ത് കയറ്റി ഈ ഒരു ലോക്ക് ഇട്ടാലും നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അടച്ചിടണ്ട, തുറന്നിടാം. നമുക്ക് ആരെയും അങ്ങനെ എന്താ പറയുക പൂട്ടിയിടേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും തുറന്ന് സ്വാതന്ത്ര്യത്തോടെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം കേട്ടോ. 3 ഫ്ലോർ ഉണ്ട് കേട്ടോ ഇവിടെ. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 3 നിലയിലായിട്ടാണ് ഈ ഒരു സംഭവം ജയിൽ പണിതിരിക്കുന്നത്. അന്നത്തെ കാലത്ത് പണിത ഈ ഒരു ജയിൽ സമ്മതിക്കണം കേട്ടോ. ഫുള്ള് ഇഷ്ടിയാണ് കേട്ടോ. ഇത് കണ്ടതേ, കംപ്ലീറ്റ് ഇഷ്ടിയാണ്. അടിപൊളി, വേണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ലുലാർ ജയിലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം കേട്ടോ. കണ്ടത് വീർ സവാർക്കേഴ്സ് സെല്ല്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ്. ഇത് ഫുള്ള് ഇഷ്ടിയാണ് കേട്ടോ. ഇത് കണ്ടത് ഇവരെനിക്ക് തോന്നുന്നത് മെയിൻ്റെനൻസ് ചെയ്ത ഇതുപോലെ ഇലക്ട്രിക് ലൈൻസ് വലിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി കംപ്ലീറ്റ് എല്ലാം പഴയ ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഫ്ലോറൊക്കെ മറ്റേ കരിങ്കല്ല കേട്ടോ. ഇവിടെ തറയൊക്കെ നല്ല രീതിയിൽ തേച്ച് മിനുസപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിലെ ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും തനി ഇഷ്ടിക. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇത് കണ്ടത് ചെറിയ ചെറിയ ഗേറ്റിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ സെല്ലിന് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ സ്പ്ലിറ്റഡ് ഡോർ വരുന്നത്. അപ്പോൾ ഇനി അവിടെ എന്തോ നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രോസിങ്ങിന് വെച്ചിരിക്കുന്നത് വുഡൻ്റെ ബ്രിഡ്ജാണ്. ഇത് കണ്ടത് തടിയുടെ ഒരു പാലമാണ് നമുക്ക് അപ്പുറത്തെ ബിൽഡിങ്ങും ഇപ്പുറത്തെ ബിൽഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ടും വുഡൻ്റെ ഒരു ബ്രിഡ്ജ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇളകി പോകുമെന്നറിയത്തില്ല, കുഴപ്പമില്ലായിരിക്കും. കാരണം ഇപ്പോഴത്തെ നിർമ്മിതിയൊന്നും ഇല്ലല്ലോ, എല്ലാം പഴയ നിർമ്മിതിയല്ലേ. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നടന്നു പോവാം, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഇവിടെയും ജയിൽ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടതേ ഇവിടെ വേറൊരു ടൈപ്പ് ജയിൽ. ഭിത്തി ഇഷ്ടിക തേച്ച് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇപ്പുറത്ത് കാണുന്നതെന്ന് വെച്ചാലേ ഇവിടുത്തെ മെഡിക്കൽ കോളേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ ജയിലിൻ്റെ ഒരു പോർഷൻ മെഡിക്കൽ കോളേജ് ആക്കിയിട്ടുണ്ടെന്ന്. നമുക്കെന്തായാലും ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് കറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ വരാം. അപ്പോൾ നമുക്കിത് ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാം കേട്ടോ. അതെ, ബേ ഓഫ് ബംഗാളാണ് ഇത് അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ 5-8 ദിവസം എന്തായാലും ആൻഡമാനിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഞാനും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. അതായത് സാധാരണ പാക്കേജിലൊക്കെ ഉൾപ്പെടുത്തുന്ന ടൂറിസ്റ്റ് പ്ലേസുകളല്ലാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, കുറേ ബസാറും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇത് നമ്മളിവിടുത്തെ 3ാമത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ, പ്ലീസ് യൂസ് മാസ്ക് ആൻഡ് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്. അത് ഏതാണ്ടേ കോവിഡ് സമയത്ത് വെച്ച ബോർഡായിരുന്നു തോന്നുന്നു. അപ്പോൾ രാത്രി ഒരു ലൈറ്റ് ഷോ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കേട്ടോ കാണുന്നത്. ഇത് കണ്ടതേ ഇവിടെ ലൈറ്റ് ഉണ്ട്, പിന്നെ മേളിൽ അതേ ഇവിടെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഷോ നടക്കത്തില്ലേ, ആ ഒരു ടൈമിൽ ഇവിടെ കംപ്ലീറ്റ് പള്ളിപ്പെരുന്നാളായിരിക്കും. അതിനു വേണ്ടി ലൈറ്റ് നോക്കിയിട്ട് കാണാവേ. ഇത് കണ്ടതേ കംപ്ലീറ്റ് ലൈറ്റാണ്. അപ്പോൾ എന്തോരോ ആൾക്കാരെ തടവിൽ പാർപ്പിച്ച ഒരു ജയിലാണെന്ന് ഓർക്കണേ. അപ്പോൾ ഈ ഒരു ജയിലിന് കുറേ ആൾക്കാരുടെ കഥകൾ അല്ലെങ്കിൽ അവരനുഭവിച്ച കുറേ വിഷമകഥകൾ ഈ ഒരു ബിൽഡിങ്ങിന് പറയാനായിട്ട് കാണും. അപ്പോൾ ഈ കാണുന്ന ആ സിംഗിൾ ടവറിൻ്റെ ടോപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ടോപ്പിലല്ല, ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് ചെല്ലാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്ന ജയിലിൻ്റെ ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കണ്ടതേ നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണ് ആ കാണുന്നത്. ഇത് നമ്മൾ കയറിയ ഓരോ ജയിൽ കണ്ടതേ 3 സൈഡിലോട്ടുള്ള ജയിൽ, അതിൻ്റെ ടോപ്പ് ഭാഗമാണ് നമ്മളിപ്പോഴീ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇത് കണ്ടതേ ലോക്ക് ചെയ്തിരിക്കുക. ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് അതുവഴി അങ്ങോട്ട് നടന്നു പോകാമായിരുന്നു. പിന്നുള്ളതെന്ന് വെച്ചാൽ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അതാണ് ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലാണ് കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറേ ഐലൻഡ്സ് കാണാവേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടവറിൻ്റെ മുകളിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടത് ഈ ഒരു വഴി കഴിഞ്ഞാണ് ഈ ഒരു ടവറിൻ്റെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതേ ഫൈനലി ഞാൻ ആ ഒരു ടവറിൻ്റെ ടോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലോട്ട് നമുക്കിനി പോകാനായിട്ട് പറ്റത്തില്ല, ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജയിലിൻ്റെ ടോപ്പ് ഭാഗം. അപ്പോൾ നേരത്തെ എന്താ ഇവിടെ ഇരുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗം കാണിച്ചത്. അപ്പോൾ ആ കാണുന്നതാണ് മെഡിക്കൽ കോളേജ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളവർക്ക് കാണാനായിട്ടാണ് 1, 2, 3 സ്ഥലത്തുള്ള സാധനവും ഈ ഒരു ടവറും പിന്നെ അവിടെ ഉള്ള അത്രയും ഭാഗവും നിർത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പൊളിച്ച് കളഞ്ഞു. മിക്കവാറും ഇനി ഇതിങ്ങനെ നിർത്തും, ഇതിനി പൊളിച്ച് കളയത്തൊന്നുമില്ലായിരിക്കും. കാരണം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളൊരു സംഭവമാണിത്. സെല്ലുലാർ ജയിൽ കാണാനായിട്ട് വരുന്ന ആൾക്കാർക്ക് കാണാനായിട്ട് അവർ മിച്ചം വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണാനുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സെല്ലുലാർ ജയിലിൻ്റെ അവിടെ നേരെ താഴേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇനി താഴെ നമ്മൾ കാണാൻ മിസ് ചെയ്തിട്ടുള്ള വല്ല കാഴ്ചകളുണ്ടെങ്കിൽ അത് കാണിക്കാം. നമ്മളിപ്പോഴീ കാണുന്നത് ഈ സെല്ലുലാർ ജയിലിലെ വർക്ക് ഷെഡാണ് കേട്ടോ. വർക്ക് ഷെഡ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടത് ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വർക്ക് ഷെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ തടവുകാരെ കൊണ്ട് ഇവിടുത്തെ ഓരോ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. ഇത് കണ്ടതേ ഓയിൽ മില്ല്. ഈ ഭാഗത്ത് തേങ്ങ ഇട്ടിട്ട് അത് ആ ലിവറെ പിടിച്ചിട്ട് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ കറക്കിച്ച് ഓയിലുണ്ടാക്കും. ഓയിലുണ്ടാക്കുന്ന ഒരു ഓയിൽ മില്ലാണിത്. അതിനുശേഷം ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് കാണും, ഇത്ര പൗണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ഉണ്ടാക്കിക്കണമെന്ന്.
അവരുദ്ദേശിച്ച പൗണ്ട് അല്ലെങ്കിൽ കൗണ്ട് ഇത്ര ടൈമിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അവരെ ശിക്ഷിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ശിക്ഷിക്കുന്ന ശിക്ഷാ രീതികളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് കണ്ടത് ഇതുപോലുള്ള ചാട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ഉപദ്രവിച്ച് അവരുദ്ദേശിക്കുന്ന രീതിയിൽ അളവിനുള്ള എണ്ണ കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. ഇത് കണ്ടോ, ഓരോ ആൾക്കാരുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ രീതിയിലുള്ള തടവ് ശിക്ഷാ രീതികളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ക്രോസ് ബാർ ഫെറ്റേഴ്സ് അത് ഈ ഒരു രീതിയിലാണ്, കാല് രണ്ടും കൂടെ ലോക്ക് ചെയ്തിട്ട് കയ്യും ലോക്ക് ചെയ്ത് അങ്ങനെ നിർത്തും. അത് അങ്ങനത്തേത്. പിന്നെ എന്ന് വെച്ചാൽ ബാർ ഫെറ്റേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് കാലിൽ നിന്ന് കയ്യിലോട്ടുള്ളത്. പിന്നെ കഴുത്തിൽ പിന്നെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇപ്പുറത്തുള്ളത് എന്തുവാ, ചെയിൻ ഫെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പിക്ക് പകരം കാലിലും കയ്യിലും അരയിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയിൻ കൊണ്ട് ലോക്ക് ചെയ്യും. പിന്നെ ഇപ്പുറത്തെന്തോ ഒരു ചാക്ക് വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ ബാക്കിൽ. പണിഷ്മെൻറ്റ് ഡ്രസ്സ്. ഓക്കെ ഇവർക്ക് പണിഷ്മെൻറ്റ് ഡ്രസ്സാകട്ടെ ഈ കാണുന്നത്. ചാക്ക് കൊണ്ട് തയ്ച്ചിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇവർക്ക് പണിഷ്മെൻറ്റ് ടൈമിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചോര കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഡ്രസ്സിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ചാക്ക് കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഈ ഒരു സെല്ലുലാർ ജയിൽ കാണാൻ പറ്റി. ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ആൻഡമാനിൽ വന്ന് കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാം. അപ്പോൾ ആ കാണുന്നതാണ് എക്സിറ്റ്. നമ്മൾ അതുവഴിയായിരുന്നു കയറിയത് കേട്ടോ. ഈ കാണുന്നത് എക്സിറ്റ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്, ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് വാഷ്റൂമൊക്കെയാണ്. നമ്മുടെ ഈ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇറങ്ങി നമ്മൾ വെളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ സമയം 1:30 കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഫുഡ് കഴിച്ചില്ല. കാരണം ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകാനായിട്ടുള്ളത് ഇവിടുന്ന് അടുത്ത് 1 കിലോമീറ്റർ മാറിയിട്ട് മറീന ബീച്ചുണ്ട്. മറീന ബീച്ചും മറീന വ്യൂ പോയിൻറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വൈകിട്ട് പോകാമെന്ന് കരുതിയതാണ്. അപ്പോൾ പിന്നെ ഇവിടുന്ന് 1 കിലോമീറ്ററല്ലേ ഉള്ളൂ. നേരെ അപ്പോൾ അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളിലൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ കരിക്ക് കുടിക്കാനായിട്ട് നിന്ന് കരിക്കുകാരനെ കണ്ടില്ല. ഇനി പോകുന്ന വഴി വല്ല കടയുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതേ സ്കൂളിൽ നിന്നെങ്ങാണ്ട് ടൂർ വന്ന കുട്ടികളാണ് കേട്ടോ. ഇത് നോക്കിയതേ, ഇവിടുത്തെ വണ്ടികളുടെ നമ്പരൊക്കെ നോക്കിയേ, AN ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ഇത് കണ്ടതേ ബസ്സൊക്കെ പോയി നോക്കിയേ. അപ്പോൾ ഈ ഒരു വഴി കഴിഞ്ഞ് ഇറങ്ങി ആ ഒരു ഹെയർ പിൻ ബെൻഡൊക്കെ ഇറങ്ങി അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു റോഡ് കിടപ്പുണ്ട് ബീച്ച് സൈഡിൽ കഴിഞ്ഞ്. അപ്പോൾ ഇത് നല്ല അടിപൊളി റോഡ് കേട്ടോ. നോക്കിയേ, കുറേ ആടിനെയൊക്കെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ പശുവിൻ്റെയൊക്കെ കാര്യം. പശു എന്നൊക്കെ പറഞ്ഞാൽ വീടുകളിൽ പശുവിനെ കറന്നതിന് ശേഷം രാവിലെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക. ഏതെങ്കിലുമൊക്കെ കടയുടെ വാതയ്ക്ക് പോയിട്ടെ ആ കടയുടെ വാതയ്ക്ക് കാണുന്ന സവാളയും കൊച്ചുള്ളിയും തക്കാളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒറ്റ കമ്പിന് 1 കിലോ 1/2 കിലോ ഒക്കെയാണ് അതുങ്ങൾ നേരെ കഴിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ ഹെയർ പിൻ ബെൻഡൊക്കെ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ഫുട്പാത്ത് തീർന്നോ ആയില്ല. ഇതുവഴി ഇറങ്ങിപ്പോൾ സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പെന്ന് പറയുമ്പോൾ വെള്ളമാണ് കേട്ടോ. ഇങ്ങോട്ടേ മറ്റേ ഡ്രെയിനേജ് കാണാം. വെള്ള വഴി പോകുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റെപ്പെന്നും പറഞ്ഞ് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള നമ്മുടെ ഫുട്പാത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അപ്പർ സൈഡിൽ ഇറങ്ങി ആ ഒരു സൈഡിൽ കഴിഞ്ഞുള്ള ഫുട്പാത്തിൽ കഴിഞ്ഞ് വേണം നമുക്ക് പോകാനായിട്ട്. നല്ല അടിപൊളി കടലല്ലേ, പച്ച കളർ ഇരിക്കുന്നു. അപ്പോൾ അതേ നേരത്തെ നമ്മൾ ആ ഒരു സ്ഥലത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ആ ഒരു ഹെയർ പിൻ ഇറങ്ങി നമ്മളിത് ഈ ഒരു വഴി കഴിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോക്കാരൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഞാൻ ഓട്ടോ വേണ്ടെന്ന് കൈ കൊണ്ട് കാണിച്ചായിരുന്നു. അതേ ആൾ പോയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും അല്ലേ, ഇതുപോലുള്ള ടൂറിസ്റ്റുകാരെയൊക്കെ ആശ്രയിച്ചാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. പക്ഷേ കൊള്ള ചെയ്യരുത്. എനിക്ക് കഴിഞ്ഞ മൈസൂർ ട്രിപ്പിലൊക്കെ നല്ല രീതിയിൽ പണി തന്നായിരുന്നു ഓട്ടോക്കാർ. അതൊക്കെ പോട്ടെ. മരം മുറിക്കുന്ന നോക്കിയേ, ഇവിടെ യാതൊരുവിധ സൈനിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഒരാളിത് അവിടെ റോഡിൽ നിൽപ്പുണ്ട്. വണ്ടിക്കാരൊക്കെ നേരെ ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വൺവേയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, അതേ മരം വീണ കണ്ടോ. അതെ, ഇവിടെ യാതൊരുവിധ സൈൻ ബോർഡും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റോഡെന്ന് പറയുമ്പോഴേ ഇതുവഴി നേരെ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അല്ലാതെ. അപ്പോൾ അതേ കടൽ കണ്ടതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. ഇത് നോക്കിയേ, നല്ല അടിപൊളി പച്ചയും നീലയും കളറിലെ മിക്സ് ആയിട്ടുള്ള കളർ. അപ്പോൾ ആ കാണുന്നത് അബർദീൻ ജെട്ടിയാണ് കേട്ടോ. അവിടെ ഒരു നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു നമുക്കവിടെ കാണാം. അപ്പോൾ നമുക്കിനി വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാനുള്ള കടകൾ ഇവിടെ കുറച്ച് കടകൾ കാണുന്നുണ്ട്. അതെന്തായാലും വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ, കാരണം നമ്മൾ ഇതുവരെ വെള്ളം കുടിച്ചില്ല. ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം അല്ലേ.
അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ പറ്റിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ വിശന്നിയെന്നുകൊണ്ടേ ഒരു ഫ്രൂട്ടി ഒരു മുട്ട പപ്സും കഴിച്ചു. ഫ്രൂട്ടിക്ക് 10 രൂപ MRP അതിനകത്ത് പ്രിൻ്റ് കാണിച്ചായിരുന്നു. ബില്ല് കൊടുക്കാൻ നേരത്താണ് പറഞ്ഞത് എഗ് പപ്സിന് 30 രൂപയാണ്. അങ്ങനെ 30 രൂപയുടെ എഗ് പപ്സ് 10 രൂപയുടെ ഇതുമായിട്ട് 40 രൂപയായി. എയർപോർട്ടിലെ ചാർജ് കേട്ടോ നമ്മുടെ അടുത്ത് മേടിച്ച്. ചിലപ്പോൾ ഞാൻ ടൂറിസ്റ്റായിട്ട് വന്നെന്നവർക്ക് തോന്നിയോണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും റേറ്റ് ചോദിച്ചത്. ചിലപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആളുകളുടെ അടുത്ത് ഇത്രയും റേറ്റ് ചോദിക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും. കൂടുതൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് തല്ല് കിട്ടത്തില്ലേ. അങ്ങനെ മുട്ട പപ്സിനകത്ത് നമുക്ക് പണി കിട്ടി. ഇപ്പം നമ്മൾ കയറുന്നതേ മറീന പാർക്കിലോട്ടാണ് കേട്ടോ. ഇവിടെയാണ് മറീന പാർക്ക്, മറീന ബീച്ച് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ്. ഇപ്പം ഈ വെയിലത്താരാ മറീന ബീച്ചിലോട്ടും പാർക്കിലോട്ടും ഒക്കെ വരുന്നത് അല്ലേ. എല്ലാവരും മിക്കവാറും വൈകിട്ടൊക്കെ ആയിരിക്കും ഒരു ബീച്ചിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കെന്തായാലും തിരക്കില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് പോകുന്നതല്ലേ നല്ലത്. അതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അതേ വിസിറ്റേഴ്സ് ടൈം 4 AM to 8:30 PM. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ചിൽഡ്രൻസ് ട്രാഫിക് പാർക്ക് കാണാം കേട്ടോ. ANN ആൻഡമാൻ നിക്കോബാർ ട്രാഫിക് പോലീസ് അങ്ങനെ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് സൈക്ലിങ്ങും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ഒരു ട്രാക്കും കാണാം. അപ്പോൾ നമ്മൾ നടന്ന് എവിടെയോ എത്തി. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അബർദീൻ ജെട്ടിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആ വെള്ളം കുടിക്കുന്നതിനപ്പുറത്ത് നിന്ന് ഞാനിങ്ങോട്ട് കാണിച്ചില്ലേ, നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചുവും അബർദീൻ ജെട്ടി എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ നിന്ന് നേരത്തെ അവിടെയായിരുന്നു. അപ്പോൾ ഇതുവഴി നമുക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു ജെട്ടിയുടെ ഭാഗത്തേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോഴങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ മറീന പാർക്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ച സമയത്ത് ഇവിടെ ഒന്നും അധികം തിരക്കൊന്നും കാണത്തില്ലെന്ന്. അപ്പോൾ ഇത് ഇവിടെ മറീന ഡി കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കാണാവേ. ഹോട്ടലാണോ റെസ്റ്റോറൻ്റ് ആണോ എന്താണെന്ന് അറിയില്ല. എല്ലാവരും വെള്ളം ജ്യൂസ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് പാർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. പിന്നെ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതേ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ മറീന ബീച്ചെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. മറീന പാർക്കും മറീന ബീച്ചെന്നും ഞാൻ ബീച്ചെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ മറീന ബീച്ച് ഇവിടില്ല, മറീന പാർക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറീന പാർക്കിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. രാവിലെ 4 മണിക്ക് ഈ ഒരു പാർക്ക് ഓപ്പൺ ആക്കുന്നത് മിക്കവാറും വാക്കിങ് ജോഗിങ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ആ ഒരു ടൈമിൽ ഓപ്പൺ ആക്കുന്നത്. പിന്നെ അവിടെ ഒരു ടവർ കാണാം കേട്ടോ. അത് എന്ത് ടവറാണെന്ന് നോക്കാം. നമുക്ക് ഇതുവഴി പോയി നോക്കാം അല്ലേ. അപ്പോൾ മുടിഞ്ഞ വെയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പോകുന്ന ക്രോസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, അതെ പ്ലൈവുഡാണ്. ഭയങ്കര സൗണ്ട് കേൾക്കാം നടക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പാർക്കിൽ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതി നോക്കിയതേ. ഇവിടെ ഒരു ചെറിയ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് 26 ജനുവരി റിപ്പബ്ലിക് ഡേ, അതായത് ഇന്നലെ. അപ്പോൾ അത് ഇത് കണ്ടതേ ഈ ഒരു റോഡിൻ്റെ സൈഡിലായിട്ട് എന്തോ വലിയ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിൻ്റെ സ്റ്റേജൊക്കെ ഇപ്പോൾ അവർ അഴിച്ചെടുക്കുക കേട്ടോ. അത് കണ്ടതേ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ നോക്കി ആ ഒരു ടവറിൻ്റെ അടുത്തോട്ട് പോകാവേ. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാലേ 1857 ഇന്ത്യൻ റവല്യൂഷന് വേണ്ടി പങ്കെടുത്ത പല നാട്ടിലുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് നാട് കടത്തി. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്മരണയ്ക്കായിട്ട് 1957 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ കാണുന്നൊരു ടവർ സ്ഥാപിച്ചത്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു പഴയൊരു ടാങ്ക് ഇരിപ്പുണ്ട് കേട്ടോ, ആർമിയുടെ. അപ്പോൾ ഇവിടെ ഫുള്ള് കാക്ക കാഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കാക്ക കാഷ്ടമാണ്. ആ ഒരു ടാങ്കിലും കാക്ക കാഷ്ടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഇത് ആൻഡമാൻ നിക്കോബാറിലെ പട്ടാളത്തിൻ്റെ ഒരു ടാങ്കാണ് കേട്ടോ. പഴയൊരു ടാങ്കായിരുന്നു. വിജയന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ ബാറ്റിൽ ടാങ്കാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വെയിറ്റ് വരുന്ന 39 ടൺ. അതിൻ്റെ പവർ 535 bhp. പിന്നെ അതിൻ്റെ സ്പീഡ് മാക്സിമം സ്പീഡ് 50 കിലോമീറ്റർ. 4 പേർക്ക് ഈ ഒരു ടാങ്കിനകത്ത് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ടാങ്കിൻ്റെ പരിപാടി. അപ്പോൾ ഇത് നമ്മൾ സാധാരണ തമിഴ്നാട്ടിലേക്ക് കാണത്തില്ലേ, അതുപോലെ സർക്കാർ തന്നെ ചെയ്തിട്ടുള്ള പാർക്കിലെ എക്യുപ്മെൻറ്റ്സ് കേട്ടോ. ജിം എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതൊക്കെ ആൾക്കാർ മെയിൻ്റെനൻസ് ചെയ്യാതെയും പിന്നെ ആൾക്കാർ വന്ന് നശിപ്പിച്ചും ആരും നോക്കാനൊന്നുമില്ലല്ലോ. സർക്കാർ ചെയ്തെന്നും പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ആൾക്കാരങ്ങനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇത് നോക്കാനും കാണാനും മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ ഇതങ്ങ് നശിച്ചു പോവുകയും ചെയ്യും. സാധാരണ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പാർക്കിൽ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോഴേ നമ്മൾ ഈ കാണുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്ചു കേട്ടോ ഈ കാണുന്നത്. അങ്ങനത്തെ നമ്മൾ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ഒരു വലിയൊരു സംഭവം കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. നോക്കട്ടെ, ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ.
മിലിറ്ററിയുടെ വല്ല സംഭവമാണോന്ന് അറിയത്തില്ല ഇത്. ഓ മിലിറ്ററിയുടെ എന്തോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. അപ്പോഴേ ഇവിടെ വേറൊരു സംഭവം ഞാൻ കാണിക്കാനായിട്ട് തന്നെയായിരുന്നു. നമ്മുടെ ഈ ഐ ലവ് പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോർട്ട് ബ്ലെയർ എന്ന പേര് ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ശ്രീ വിജയപുരം എന്നാക്കിയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു നെയിം ചേഞ്ച് ചെയ്ത സമയത്ത് ഈ കാണുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഐ ലവ് പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോർഡ് എടുത്ത് അവർ മാറ്റി. ഇനി ഐ ലവ് ശ്രീ വിജയപുരം എന്നോ മറ്റോ ആക്കിയിട്ട് അവരവിടെ പുതിയ ബോർഡ് വയ്ക്കും. അപ്പോൾ ഇതുവരെ എന്തായാലും വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ചെറുതായിട്ടൊന്ന് പ്ലിങ്ങിപ്പോയി. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മുടെ ഈ ഒരു ആൻഡമാനിലെ ടൗണിലെ കാഴ്ചകളോട് വിട പറയാം. അപ്പോൾ ആൻഡമാനിലെ കാഴ്ച ഇവിടെ കൊണ്ട് തീരുന്നില്ല. ബാക്കി ആൻഡമാനിലെ എപ്പിസോഡുകൾ തൊട്ടടുത്ത വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.